ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ അച്ഛനെ കൊന്നവർ, നിന്റെ സന്തോഷവും സമാധാനവും ജീവിതവും ഇല്ലാതാക്കിയവർ, അവരെയൊന്നും വെറുതെ വിടരുത്. ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ആ സേതുമാധവനും മക്കൾക്കും ആലോചിക്കാൻ പോലും കഴിയില്ല. എന്തായിരുന്നു ഇത്ര വലിയ പ്രാർത്ഥന? കുറച്ചു നേരമല്ലോ അകത്തേക്ക് പോയിട്ട്. ആവശ്യമില്ലാത്തതെല്ലാം കൂടെ പറഞ്ഞ് ഭഗവാനെ ബോറടിപ്പിച്ചോ? ഏയ്, ഞാൻ ബോറടിപ്പിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ എന്ത് ബോറടി? ഓരോ നിമിഷം തോറും ആളുകൾ ഇങ്ങനെ ഓരോ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും കേട്ട് തീരാൻ തന്നെ ഭഗവാന് സമയം കിട്ടില്ല. അല്ല, താൻ എന്താ ഭഗവാനോട് പറഞ്ഞത്? അവന്തികയുടെ കരങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് എന്റെ നന്ദേട്ടനെ മോചിപ്പിച്ച് തരണേന്ന്. ആ പ്രാർത്ഥന ഉടനെ ഒന്നും ഫലിക്കുമെന്ന് തോന്നുന്നില്ല. മ്യൂച്വൽ ഡിവോഴ്സിന് ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മരിച്ചാലും അവൾ അതിന് സമ്മതിക്കത്തില്ല. എത്രമാത്രം എന്നെ ദ്രോഹിക്കാമോ അത്രയും അവൾ എന്നെ ദ്രോഹിക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിവോഴ്സ് കിട്ടുവരെ എന്തിനാ നോക്കിയിരിക്കുന്നത്? അത് നടക്കുമ്പോ നടക്കട്ടെ. ഒരു ക്ഷേത്രത്തിൽ പോയി നിറഞ്ഞ മനസ്സോടെ പരസ്പരം ഒരു മാല ചാർത്തി നമുക്ക് നമ്മുടെ ലൈഫ് തുടങ്ങിയാലോ? മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തല്ലേടോ ഏറ്റവും വലുത്. താനെന്ത് പറയുന്നു? എനിക്ക് സമ്മതമാണ്. നന്ദേട്ടൻ അച്ഛനോട് സംസാരിക്കേ. അച്ഛനോട് സംസാരിക്കാൻ ഞാൻ സന്ദീപിനെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവൻ സംസാരിക്കട്ടെ, പിന്നെ ഞാൻ സംസാരിക്കാം. എന്റെ ജീവിതത്തിലെ വലിയൊരു ഭാഗം ആർക്കും ഒരു പ്രയോജനമില്ലാതെ നഷ്ടപ്പെട്ടു. അവന്തിക എന്റെ ചോര ഊറ്റി കുടിച്ച യക്ഷിയായിരുന്നു അവള്. എന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് ദൈവം അവളോട് കണക്ക് ചോദിക്കും. എനിക്ക് അമ്മാവനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അന്ന് അച്ഛൻ സേതുമാധവന് പണം കൊടുക്കാൻ പോകുമ്പോ അമ്മാവനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് കൊടുത്ത പണത്തിന് അച്ഛൻ എന്തെങ്കിലും എഗ്രിമെന്റ് വാങ്ങിയിരുന്നോ? എഗ്രിമെന്റ് തരണമെന്ന് വിനയചന്ദ്രൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ സേതുമാധവൻ അത് കൊടുത്തില്ല. ലേലം കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞ് ചതിക്കുകയായിരുന്നു. അപ്പൊ സേതുമാധവനെല്ലാം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാ. അതേ മോളെ, നിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ പലതവണ സേതുമാധവന്റെ കാല് പിടിച്ചു, കൊടുത്ത പണം തിരിച്ചു തരാൻ. ആ പണം കൊണ്ട് വിനയചന്ദ്രന്റെ കടം വീട്ടാമെന്ന് ഞാൻ കരുതി. പക്ഷെ സേതുമാധവൻ കേട്ടില്ല. തരാൻ സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞു. അല്ല, മോളെന്താ ഇപ്പൊ ചോദിക്കാൻ കാരണം? എല്ലാം മോൾക്കറിയാവുന്നതല്ലേ? അറിയാം. എന്നാലും ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കണം തോന്നി. എല്ലാത്തിനും ഒരു വ്യക്തത വേണമല്ലോ. എന്നെങ്കിലും ഒരിക്കലെല്ലാം തിരിച്ചു പിടിക്കുമ്പോ ഈ കണക്കൊക്കെ ഓർത്തിരിക്കണ്ടേ? സേതുമാധവൻ ചതിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. എന്റെ വിനയേന്ദ്രനെ ആ സേതുമാധവൻ കൊന്നതാണ്. അയാളെ വെറുതെ വിടരുത്. തകർക്കണം സേതുമാധവനെയും അവന്റെ കുടുംബത്തിനെയും. അതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. നിന്റെ അച്ഛനെ കൊന്നവർ, നിന്റെ സന്തോഷവും സമാധാനവും ജീവിതവും ഇല്ലാതാക്കിയവർ, അവരെയൊന്നും വെറുതെ വിടരുത്. ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ആ സേതുമാധവനും മക്കൾക്കും ആലോചിക്കാൻ പോലും കഴിയില്ല. ഇനി ഞാൻ നെല്ലിശ്ശേരിയുടെ പടി കയറുന്ന ദിവസം സേതുമാധവന്റെ മക്കളുടെ അവസാനമായിരിക്കും.
പകല് മുഴുവൻ ഞാൻ സച്ചേട്ടനെ ശ്രദ്ധിക്കാം. എന്താ ഇത്ര വലിയ ആലോചന? എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടം സച്ചേട്ടന്റെ മനസ്സിലുണ്ടോ? ഏയ് ഒന്നുമില്ല. അല്ല, സച്ചേട്ടൻ എൻ്റെ അടുത്ത് നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. എനിക്കത് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുമുണ്ട്. തനിക്ക് അങ്ങനെ തോന്നിയതാവും. സോറി. തന്റെ കാര്യം ഓർത്തുള്ള വിഷമം എനിക്ക്. ചില സമയത്തൊക്കെ മനുഷ്യൻ ഇങ്ങനാടോ, വല്ലാത്തൊരു വിഷമം ഫീൽ ചെയ്യും. അത് എന്താണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയാം, സച്ചേട്ടന്റെ മുഖം ഒന്ന് വാടിയാ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, തന്റെ കാര്യത്തിലുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ വിഷമിക്കുന്നേ? ദൈവം ഇതുവരെ നമ്മളെ എത്തിച്ചില്ലേ? എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചും വന്നില്ലേ? ഇതിനപ്പുറം എന്താ വേണ്ട സച്ചേട്ടാ? സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞും സച്ചേട്ടനും അല്ലാതെ മറ്റൊന്നും ഇപ്പൊ എന്റെ ചിന്തയിൽ പോലുമില്ല. സച്ചേട്ടനെയും കുഞ്ഞുങ്ങളെയും ഒറ്റക്കിട്ടിട്ട് പോയേണ്ടി വരുമല്ലോ എന്നായിരുന്നു ഞാൻ പേടിച്ചത്. ഞാൻ മരിച്ചുപോയാ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് സച്ചേട്ടൻ എന്താ ചെയ്യാ? അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. കുഞ്ഞിനെ ഫീഡ് ചെയ്യണം.